അടുത്തതായി മൈക്രോവേവ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി 300 MHz to 300 GHz, അതായത് 300 MHz മുതൽ 300 GHz വരെ. ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. cannot penetrate any solid objectsന്റെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. For long distance, high towers and microwave antennas are put on their top. നമുക്ക് കുറേ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഹൈ ടവർ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിനും പുറമെ മൈക്രോവേവ് ആൻറ്റിനകളാണ് അവിടെ വെക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് എങ്ങനെയാണ് രണ്ട് മൈക്രോവേവ് ടവറുകൾ തമ്മിൽ? ഫ്രീക്വൻസി ഓഫ് വേവ്സും ഹൈറ്റ് ഓഫ് ദ ടവർ, അത് രണ്ടും അനുസരിച്ചാണ് കൊടുക്കുന്നത്. ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസ് ടു ബി അലൈൻഡ്, ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം, എന്നാലേ സെൻഡിങ്ങും റിസീവിങ്ങും ഒരുപോലെ വരുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ കാര്യത്തിൽ ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില സമയത്ത് ഒരു ഓവർലാപ്പിംഗ് കാണിക്കുന്നുണ്ട് റേഡിയോ വേവ്സുമായിട്ട് അതിൻ്റെ ഒരു ഫ്രീക്വൻസിയുടെ ഇതിൽ. അതായത് ചിലപ്പോൾ നമുക്ക് 0.3 GHz മുതൽ 3 GHz വരെയുള്ള ഫ്രീക്വൻസി കാണിക്കുന്ന സമയത്ത് അവിടെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇല്ല റേഡിയോ വേവ്സിൻ്റെയും മൈക്രോവേവ്സിൻ്റെയും ഇടയിൽ. അപ്പോൾ ആ സമയത്ത് കുറച്ചൊരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാം. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ഫ്രീ ഫ്രം ലാൻഡ് അക്വിസിഷൻ റൈറ്റ്സ്. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ നല്ല ഒരു വലിയ സിറ്റിയൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് കുഴിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പെർമിഷൻസും ഒരുപാട് പ്രൊസീജിയേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. എന്താ കാരണം വെച്ചാൽ നമ്മളിവിടെ ഫുൾ ടവറിലൂടെയാണ് അതുപോലെ ആൻറ്റീനയാണ് വർക്ക് ചെയ്യിക്കണം. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് ദാൻ വയേർഡിനെക്കാട്ടിലും എക്സ്പെൻസ് കുറവാണ്. ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ഡിഫിക്കൾട്ട് ടെറൈൻ, കുന്ന് മല താഴ്ന്ന സ്ഥലം അങ്ങനെയുള്ള ലെവലല്ലാത്ത സ്ഥലത്തും നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ട്രാൻസ്മിഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സെൻറ്റർ ആൻഡ് റിസീവർ ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് വേണം എന്നുള്ളത്.